Next, very very important regarding health, cancer treatments. Cancer treatments. Cancer treatments will soon be covered. Cancer treatments will soon be covered under Ayushman Bharat. Cancer treatment will be soon be covered under Ayushman Bharat. അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരെന്താ? Or Pradhan Mantri Jan Arogya Yojana. നമുക്ക് again സ്കീം കയറി വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്താ? നൗ ക്യാൻസർ. അപ്പോൾ പണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ടായിരുന്നോ? ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് ജൻ ആരോഗ്യ യോജന. ഇല്ലായിരുന്നു. അപ്പോൾ നൗ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വിൽ സൂൺ ബി കവേർഡ് അണ്ടർ ആയുഷ്മാൻ ഭാരത് ഓർ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. നോക്കി നെക്സ്റ്റ് ടോപ്പിക്, സംതിങ് റിഗാർഡിംഗ് ഹെൽത്ത്. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വിൽ സൂൺ ബി കവേർഡ് അണ്ടർ ആയുഷ്മാൻ ഭാരത് ഓർ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ ഇനീഷ്യലി ദർ വാസ് നത്തിങ് കോൾഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വാസ് കവേർഡ് അണ്ടർ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ ഇനി മുതൽ ക്യാൻസർ വിൽ ഓൾസോ ബി കവേർഡ് അണ്ടർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. പേരെന്താ? പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ നമുക്ക് ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഇതിനെപ്പറ്റിയും പഠിക്കണം. സംതിങ് റിഗാർഡിങ് എന്തുകൊണ്ടാണ് ക്യാൻസർ വന്നത്, അപ്പോൾ ഏതൊക്കെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ ഉള്ളത്, ഏതാണ് കൂടുതലുള്ളത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഫ്രം കറണ്ട് അഫയേഴ്സ്, പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഇൻ ഇംഗ്ലീഷ് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. അപ്പോൾ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം, പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ സ്കീം ഈസ് എയിം. അപ്പോൾ എന്താണ്? എയിംസ് ടു പ്രൊവൈഡ്. അപ്പോൾ എന്താണ് പരിപാടി? എയിംസ് ടു പ്രൊവൈഡ് ആനുവൽ. അപ്പോൾ എയിംസ് ടു പ്രൊവൈഡ് ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. അപ്പോൾ എയിം ഈസ് ടു പ്രൊവൈഡ് ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഓഫ് rupees 5 lakh. Of rupees 5 lakh to 10.74 crore families. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ വർഷവും ഒരു 5 lakh rupeesൻ്റെ ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? അറൗണ്ട് 10 crore അല്ലെങ്കിൽ 10.7 crore ഫാമിലീസ്. അപ്പോൾ ഇത് കാരണം എത്ര പീപ്പിൾ അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യാം? അറൗണ്ട് അവർ പറയുന്നത് അറൗണ്ട് 50 crore people will be benefited. അപ്പോൾ കൊടുക്കുമ്പോൾ അത് റിച്ച് പീപ്പിളിനായിരിക്കും കൊടുക്കുന്നത്, പുവറിനായിരിക്കും. മോസ്റ്റ്ലി പുവറിനല്ലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ ഷുഡ് സാറ്റിസ്ഫൈ സം കണ്ടീഷൻസ് അണ്ടർ വാട്ട്? പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ എയിം ടു പ്രൊവൈഡ് ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് of rupees 5 lakh to 10.74 crore families. Around 50 crore people will be benefited. Now, it will cover beneficiary families. Now, condition. It will cover beneficiaries families. It will cover beneficiaries families identified. Families identified on the basis of, this is important, on the basis of socio-economic caste survey. Socio-economic caste survey 2011. ഇതെന്തായാലും ചോദിക്കാം. അണ്ടർ വാട്ട് ബേസിസ് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നു? ഏതാ ഈ ബെനിഫിഷ്യറീസ്? അണ്ടർ വാട്ട് ബേസിസ്? ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ 2011. നൗ ഇനി അതിൽ നോക്കി നടത്തണ്ടേ? നാഷണൽ ഹെൽത്ത് ഏജൻസി ഈസ് ദ അപെക്സ് ബോഡി. നാഷണൽ ഹെൽത്ത് ഏജൻസി ഈസ് the apex body, എന്ന് വെച്ചാൽ മെയിൻ ബോഡി. അപ്പോൾ നാഷണൽ ഹെൽത്ത് ഏജൻസി ഈസ് ദി apex body for implementing this scheme. For implementing
this scheme. Clear? Next. ഇനി ആരെങ്കിലും സഹായിക്കണം. ഇതാരാ കൊണ്ടുവന്ന യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് ആരാ മുടക്കണ്ടേ? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. വിൽ ബി ഫണ്ടഡ് വിത്ത് 60% കോൺട്രിബ്യൂഷൻ. വിൽ ബി ഫണ്ടഡ് വിത്ത് 60% contribution from whom? From center. അപ്പോൾ will be funded with 60% contribution from center and remaining from states. And remaining from, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് എന്താണ്? നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. എന്തിനാണ് പഠിക്കുന്നത്? പണ്ട് ക്യാൻസർ ഇല്ലായിരുന്നു. നൗ ക്യാൻസർ വിൽ ഓൾസോ ബിക്കംസ് അണ്ടർ വാട്ട്? നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. അതിനും കൂടെ നമുക്ക് ഹെൽത്ത് കവറേജ് കിട്ടും. അപ്പോൾ എയിംസ് ടു പ്രൊവൈഡ് ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഓഫ് ₹5 lakh, 5 ലക്ഷം വെച്ചു. എത്രയാ? 10.74 ഫാമിലിക്ക് ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫാമിലി അല്ലേ പറയുന്നത്. അപ്പോൾ ഹൗ മെനി പീപ്പിൾ ക്യാൻ ബി ബെനിഫിറ്റഡ്? അറൌണ്ട് 50 crore people will be benefited. It will cover beneficiaries' family identified on the basis of what? Socio-economic caste survey of 2011. ആരാണ് നോക്കിയെടുത്താൻ പോകുന്നത്? നാഷണൽ ഹെൽത്ത് ഏജൻസി ഈസ് ദ അപെക്സ് ബോഡി ഫോർ ദി ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് ദിസ് സ്കീം. ഇനി ഫണ്ട് ആരാ ചെയ്യുന്നത്? വിൽ ബി ഫണ്ടഡ് വിത്ത് 60% കോൺട്രിബ്യൂഷൻ ഫ്രം സെൻറ്റർ ആൻഡ് റിമൈനിങ് ഫ്രം സ്റ്റേറ്റ്സ്. ക്ലിയർ? നൗ സം മോർ ക്വസ്റ്റ്യൻസ് ദേ ക്യാൻ ആസ്ക് ഫ്രം ദിസ് ടോപ്പിക്, ഫ്രം പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. ഇനി നീതി ആയോഗ്. Niti Ayog will be the working partner of this scheme. Where are ഇത് സഹായിക്കുന്നത്? Niti Ayog will be working partner of this scheme. Because Planning Commission's പേര് മാറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗ്. They will be the working partner. അപ്പോൾ എപെക്സ് ബോഡി ആരാ? നാഷണൽ എന്തായിരുന്നു? ഹെൽത്ത് ഏജൻസി. കൂടെ അവർ ആരാ സഹായിക്കുന്നത്? നീതി ആയോഗ്. ഇനി ദർ വിൽ ബി നോ ക്യാപ്പ് ഓൺ ഫാമിലി സൈസ് ആൻഡ് ഏജ് അണ്ടർ ദിസ് സ്കീം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദർ വിൽ ബി നോ ക്യാപ്പ് എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ വേണം ഒരു ഫാമിലിയിൽ എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ദർ വിൽ ബി നോ ക്യാപ്പ് ഓൺ ഫാമിലി സൈസ്. ദർ വിൽ ബി നോ ക്യാപ്പ് ഓൺ ഫാമിലി സൈസ് ആൻഡ് ഏജ് അണ്ടർ ദിസ് സ്കീം. And age under this scheme. But there will be no cap on family size and age. ഇപ്പോൾ ഫാമിലിയുടെ സൈസ് ഒരു പ്രശ്നമല്ല, പ്രായം ഒരു പ്രശ്നമല്ല അണ്ടർ ദിസ് സ്കീം. നോ ബെനിഫിറ്റ് കവർ ഇൻക്ലൂഡ്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ബെനിഫിറ്റ് കവർ ഇൻക്ലൂഡ്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അപ്പോൾ അസുഖത്തിന് മുമ്പേ ഉള്ള കാശും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബെനിഫിറ്റ് കവർ ഇൻക്ലൂഡ്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി ID documentation required for verifying. ഒരു ID എന്തായാലും വേണ്ടേ? അപ്പോൾ ID documentation needed to verify. അപ്പോൾ ഏതൊക്കെ ID ആണ് വേണ്ടത്? മേ ബി ആധാർ കാർഡ്, അല്ലെങ്കിലോ ഇലക്ഷൻ ID. Which all IDs you require? ഒന്നെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഇലക്ഷൻ ID or റേഷൻ കാർഡ്. അപ്പോൾ by this way they can identify the beneficiaries also. അപ്പോൾ they might need ആധാർ കാർഡ്, ഇലക്ഷൻ ID or റേഷൻ കാർഡ്. ബട്ട് എടുത്ത് പറയാൻ ഒരു കാര്യമുണ്ട്. ആധാർ ഈസ് നോട്ട് മാൻഡേറ്ററി. ആധാർ ഈസ് നോട്ട് മാൻഡേറ്ററി. അപ്പോൾ നോക്കിയാൽ എത്ര പേർക്ക്? 5 lakh rupees, അറൗണ്ട് 10.74 crore ഫാമിലീസ്. അപ്പോൾ എത്ര പീപ്പിൾ വിൽ ബി ബെനിഫിറ്റഡ്? 50 crore അല്ലേ? കോൺട്രിബ്യൂഷൻ ആരാ ചെയ്യുന്നത്? 60% സെൻറ്റർ, റിമൈനിങ് സ്റ്റേറ്റ്. ആരാ നോക്കിയെടുത്താൻ പോകുന്നത്? നാഷണൽ ഹെൽത്ത് ഏജൻസി. കൂടെ ആരാ വർക്ക് ചെയ്യാൻ പോകുന്നത്? വർക്കിംഗ് പാർട്ട്ണറായിട്ട് നീതി ആയോഗ്. പിന്നെ ഫാമിലിയിൽ സൈസിൻ്റെ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ക്യാപ്പ് വല്ലതും ഉണ്ടോ? ഒരു ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല.
അടുത്ത ബെനിഫിറ്റ് കവർ ഇൻക്ലൂഡ്സ് വാട്ട്? പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. നൗ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ ഇന്ത്യക്കാരനാണോ? അപ്പോൾ എന്താണ്? വിച്ച് ഓൾ കാർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്? ആധാർ കാർഡ്, ഇലക്ഷൻ ID, റേഷൻ കാർഡ്, ഏതായാലും മതി. എടുത്തു പറയാനുള്ള ആധാർ കാർഡ് ഈസ് നോട്ട് മാൻഡേറ്ററി. നെക്സ്റ്റ്, നൗ കംസ് ദി കറണ്ട് അഫയേഴ്സ്. So far 16,000 hospitals. Now comes current affairs. ഇത്രയും ഹോസ്പിറ്റൽ ഇത്ര ആൾക്കാർക്ക് ചികിത്സ കിട്ടി. അപ്പോൾ സോ ഫാർ 16,000 hospitals have been empaneled. ചേർന്നിട്ടുണ്ട്. അപ്പോൾ സോ ഫാർ 16,000 hospitals have been empaneled. Nearly 34 lakh beneficiaries have been admitted. 34 lakh beneficiaries have been admitted. Nearly 34 lakh beneficiaries have been admitted and 9 crore cards have been issued. And 9 crore cards have been issued. അപ്പോൾ 16,000 hospitals have been empaneled. Around 34 lakh beneficiaries. എത്ര കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 9 crore cards under പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. നൗ ഇതുവരെ ഇതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ടായിരുന്നോ? ഇല്ല. നൗ ക്യാൻസർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് വന്ന് കാണും. അതാണ് ഗവൺമെൻറ് ഫിഗേഴ്സ് ദാറ്റ് 2.25 million people 2.25 million people. Government figures that 2.25 million people are living with cancer. Government എന്താ ഫിഗർ ചെയ്ത് around 2.25 22 lakh people അല്ലേ are living with what? Cancer. With 11 lakh new cancer patients. This is very, very important. With 11 lakh new cancer patients. With 11 lakh new cancer patients registered every year. അപ്പോൾ ഡെഫിനറ്റ്ലി ക്യാൻസർ പേഷ്യൻസിന് എണ്ണം കൂടി വരുവാണ്. ആൻഡ് റിച്ച് പീപ്പിൾ ഫൈൻ അവരുടെ ഈ കാശുണ്ട്. ദോസ് ആർ വെരി ബാക്ക്വേർഡ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് വെച്ച് പ്രകാരം ഏറ്റവും പുവർ പീപ്പിളിന് എന്തായാലും കാശിൻ്റെ ആവശ്യം വേണം അല്ലേ? അപ്പോൾ ആര് സഹായിക്കുന്നുണ്ട്? ഗവൺമെൻറ്. അതുകൊണ്ട് ക്യാൻസർ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. നെക്സ്റ്റ്, ഇതിൽ ലങ് ക്യാൻസർ is the most common type of cancer in India. Lung cancer is the most common type of cancer in India. But lung cancer is the most common type of cancer in India, followed by breast cancer and oral cancer. അപ്പോൾ most important ഏത് ക്യാൻസറാ? lung cancer. Then followed by breast cancer and oral cancer. This is Pradhan Mantri Jan Arogya Yojana. അപ്പോൾ why this was in news? Cancer is also added under Pradhan Mantri Jan Arogya Yojana. സംഭവം എന്താ? Health insurance coverage up to rupees 5 lakh per a family. For how many people? അല്ലെങ്കിൽ how many families എന്ന് വെച്ചാൽ around 10.74 crore family. അപ്പോൾ how many people are benefited? Around 50 crore people are benefited. ബെനിഫിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് സ്കീമിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതാരാണ് നോക്കിയെടുത്താൻ പോകുന്നത്? നാഷണൽ ഹെൽത്ത് ഏജൻസി. ഇനി ബെനിഫിഷ്യറീസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോണേ? അണ്ടർ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ ഓഫ് 2011. ഹൂ വിൽ ആക്ട് എസ് ദി വർക്കിംഗ് പാർട്ട്ണർ? നീതി ആയോഗ് അല്ലേ? ID എന്തായാലും വേണം. അപ്പോൾ ഏത് ID? മാൻഡറ്ററി അല്ല. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID അല്ലെങ്കിലോ നമ്മുടെ റേഷൻ കാർഡ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വിൽ ഓൾസോ ബി ഇൻക്ലൂഡഡ്. പിന്നെ നമ്മൾ പറഞ്ഞു അറൌണ്ട് 16,000 ഹോസ്പിറ്റൽ ഹാവ് ബീൻ എംപാനൽഡ്, 34 lakh beneficiaries have been admitted and കാർഡ് ഇഷ്യൂ ചെയ്യണമല്ലോ. 9 crore cards have been issued. പിന്നെ there is nothing called ഇത്രയും ആൾക്കാർ തന്നെ വേണം, അങ്ങനെ ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല. പ്രായം ഒരു പ്രശ്നമല്ല. ലാസ്റ്റ് എന്തിനാ വന്നത്? ക്യാൻസർ എന്തിനാ ആഡ് ചെയ്ത്? അറൌണ്ട് 2.25 million people are living with cancer, with 11 lakh new cancer patients registered every year. That is very, very important. Lung cancer is the most common type of cancer in India, followed by breast cancer and oral cancer.
This is why we studied Pradhan Mantri Jan Arogya Yojana.